ഇറാൻ അമേരിക്ക യുദ്ധത്തിന് അവസാനമാകും. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കും, ട്രംപിന് ആശ്വാസമാകും. പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ചർച്ചകളുടെ ഭാഗമായിട്ട് തങ്ങളുടെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം മൂന്നാമതൊരു രാജ്യത്തേക്ക് മാറ്റാൻ ഇറാൻ സമ്മതിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങളുള്ള പ്രതികരണമായിട്ടാണ് ഇറാൻ ഈ നിലപാട് സ്വീകരിച്ചത് എന്ന് വാൾ സ്ട്രീറ്റ് ജേണലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ കൈമാറിയ യുറേനിയം തിരികെ നൽകണമെന്ന നിബന്ധന ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. രാജ്യത്തെ ആണവ നിലയങ്ങൾ തകർക്കണമെന്ന യുഎസിന്റെ ആവശ്യവും ഇറാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇറാന്റെ നീക്കം മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കുവാനുള്ള ചർച്ചകളിൽ സ്വാധീനം ചെലുത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ലോകം. കാരണം ഇനിയെങ്കിലും ഈ യുദ്ധം അവസാനിക്കേണ്ടതുണ്ട്. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഉപരോധം അവസാനിപ്പിക്കുന്നതിനും ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതം പുനരാരംഭിക്കുന്നതിനുമായിട്ട് ഇറാനിലെ യുറേനിയം ശേഖരം നീക്കം ചെയ്യണമെന്നും രാജ്യത്തെ ആണവ നിലയങ്ങൾ തകർക്കണമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അതേസമയം ഈ നിർദ്ദേശങ്ങൾക്ക് ഇറാൻ ആദ്യം നൽകിയ മറുപടി തികച്ചും അസ്വീകാര്യമാണ് എന്നുള്ളതാണ്. മധ്യസ്ഥനായ പാകിസ്ഥാൻ വഴി ഇറാൻ അയച്ച പകരം നിർദ്ദേശത്തോട് പ്രതികരിക്കവേ തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലെ കുറിപ്പിലൂടെ ഇറാൻ ഗെയിം കളിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ട്രംപ് കഴിഞ്ഞ ദിവസം കുറ്റപ്പെടുത്തലുകൾ നടത്തിയത്. അതായത് ഇറാൻ 47 വർഷമായി അമേരിക്കയോടും ലോകത്തിന്റെ ബാക്കി ഭാഗങ്ങളോടും ഗെയിം കളിക്കുകയാണ് എന്നാണ് ട്രംപ് എഴുതി വെച്ചത്. അതായത് ഇനി അതായത് ഇറാൻ ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നും മാത്രമല്ല ഇറാന്റെ പ്രതിനിധികൾ എന്ന് വിളിക്കപ്പെടുന്നവരുടെ പ്രതികരണം എന്ന് പറയപ്പെടുന്നത് താൻ വായിച്ചു കഴിഞ്ഞപ്പോൾ തനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നും ഇത് പൂർണ്ണമായിട്ടും അസ്വീകാര്യമാണ് എന്നുള്ള രീതിയിലാണ് ട്രംപ് പ്രതികരിച്ചത്. ഏപ്രിൽ 8 താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ ആരംഭിച്ച് ഒരു മാസത്തിലേറെ പിന്നിട്ടിട്ടും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ സ്തംഭനാവസ്ഥയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ യുദ്ധത്തിന് ശാശ്വതമായിട്ടുള്ള അന്ത്യമാണ് ടെഹ്റാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ സമാധാന കാലത്ത് ലോകത്തിലെ എണ്ണ പ്രകൃതിവാതക കയറ്റുമതിയുടെ 1/5 കടന്നു പോകുന്ന ഹോർമൂസ് കടലെടുക്ക് ഇറാൻ ആദ്യം തുറന്നു കൊടുക്കണമെന്ന് ആണ് ട്രംപിന്റെ നിർബന്ധം. ഇറാന്റെ ആണവശേഷിയെ ഒരു റെഡ് ലൈൻ ആയിട്ടാണ് ട്രംപ് ഇതിനോട് നിശ്ചയിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും ഇറാന് നേരെ ആക്രമണം നടത്തിയതിന് മറുപടിയായിട്ടാണ് ഇറാൻ കടലെടുക്കിൽ ഉപരോധം ഏർപ്പെടുത്തിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ വെടിനിർത്തൽ കരാർ നിലവിലുണ്ടായിട്ടും ട്രംപ് ഭരണകൂടം ഇറാനിയൻ തുറമുഖങ്ങളിൽ നാവിക ഉപരോധം ഏർപ്പെടുത്തിയത് പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്ന സാഹചര്യവും സൃഷ്ടിച്ചു. അമേരിക്കയും ഇറാനും കപ്പലുകൾ ആക്രമിക്കുന്നതും പിടിച്ചെടുക്കുന്നതും തുടരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോഴും. അപ്പോൾ ഇതിനിടെ ഗൾഫ് മേഖലയിലെ മറ്റു രാജ്യങ്ങളും വീണ്ടും ആക്രമണത്തിന് ഇരയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ യുദ്ധം അവസാനിച്ചാൽ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ 30 ദിവസത്തെ സാവകാശം വേണമെന്ന് ഹിസ്ബുള്ള അനുകൂല മാധ്യമമായിട്ടുള്ള അൽ മയാദീൻ റിപ്പോർട്ട് ചെയ്യുകയാണ്. നിലവിൽ നേരിട്ടുള്ള ചർച്ചകൾ തടസ്സപ്പെട്ടുവെങ്കിലും പാകിസ്ഥാൻ വഴി രേഖാമൂലമുള്ള ആശയവിനിമയം തുടരാനാണ് ഇരു രാജ്യങ്ങളുടെയും തീരുമാനം. ഇറാന്റെ കടുത്ത നിബന്ധനകൾ ട്രംപ് ഭരണകൂടം തള്ളിയതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ഒഴിയുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇറാൻ അമേരിക്ക യുദ്ധത്തിന് ശാശ്വതമായിട്ടുള്ള അവസാനമാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പറയാൻ കഴിയില്ല. എന്നാലും ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുവാൻ തയ്യാറാകുന്നു എന്നുള്ളത് ട്രംപിനടക്കം ആശ്വാസമാകുന്നുണ്ട്. ഒപ്പം തന്നെ ലോകവും അതിനെ അത്തരത്തിൽ തന്നെയാണ് കാണുന്നത്. ഈ യുദ്ധം അവസാനിക്കേണ്ടതാണ്, അവസാനിപ്പിക്കപ്പെടേണ്ടതാണ്. അത് ഉണ്ടാകേണ്ടതിന്റെ കാലതാമസം ഇനി ഉണ്ടാകരുത് എന്ന് മാത്രമാണ് ലോകം ആഗ്രഹിക്കുന്നത്.